നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാനഡയിലെ ഒരു ഷോപ്പാണ്. ആ ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഷോപ്പിൽ $1 മുതൽ $5 വരെ അത്രയും വിലക്കുറവിൽ ഒരു വീട്ടിലേക്ക് വേണ്ട ഒരുവിധം എല്ലാ സാധനങ്ങളും അതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഞാൻ കൊച്ചിന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. കളിപ്പാട്ടങ്ങളൊക്കെയാണ് കൊച്ചിന് മേടിക്കുന്നത്. എന്നാലും ഞാൻ അതിനകത്തുള്ള സാധനങ്ങളെല്ലാം കാണിച്ചു തരാം. റേറ്റ് കുറവാണ്. ആ ഷോപ്പിൻ്റെ പേരാണ് ഡോളറാമ എന്നാണ് ആ ഷോപ്പിൻ്റെ പേര്. നമുക്ക് ആ ഷോപ്പിലേക്ക് കയറിയിട്ട് അതിനകത്തുള്ള സാധനങ്ങൾ നമ്മുടെ പർച്ചേസിങ്ങും ഒക്കെ ഞാൻ കാണിച്ച് മനസ്സിലാക്കി തരാം. ഓക്കെ, ആ ഷോപ്പിലേക്ക് പോവാം. കാനഡയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ, അതായത് ഒരു 5-6 കിലോമീറ്റർ കൂടുമ്പം ഇതേപോലെ ഓരോ ഡോളറാമകളുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട് കാനഡയിൽ. അപ്പം പലതും പല ബിൽഡിങ്ങിലും ഒക്കെയാണ്. ഇത് ഒരു അത്യാവശ്യം എല്ലാം ഉണ്ടോ, എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിനകത്ത്. അവൾ പർച്ചേസിങ് തുടങ്ങിക്കഴിഞ്ഞു. നിസ്സാര വിലയല്ലേ ഉള്ളൂ, നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട്. വാഷിങ്ങിൻ്റെ ഉപയോഗത്തിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. പ്ലാസ്റ്റിക് പാത്രങ്ങൾ, എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മൾ ഇതിനകത്ത് വരുന്ന വീഡിയോസ് മൊത്തം എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു അരമണിക്കൂറിന് മുകളിൽ വീഡിയോ ലെന്തിയാവും. അത് അത്രയ്ക്കും ഒന്നും വലിച്ചു നീട്ടി ചെയ്യേണ്ട കാര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രം, പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണുന്ന എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അതും കൂടെ കാണിക്കാം. മറ്റൊരു വ്യത്യസ്തമായ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെല്ലാം തടിയും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളാണ്. ഇതുകൊണ്ട് തടിയും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഈ ഒരു സാധനം ഇത് കണ്ട, അതായത് ഇതൊരു മനുഷ്യൻ്റെ ഇതാണ്, പക്ഷേ ഇതെല്ലാം അനക്കാവുന്നതാണ്. കൈ ഇങ്ങനക്കാം, കാലനക്കാം, കണ്ടോ, കൈയുടെ പത്തി അനക്കാം, കണ്ടോ, കണ്ടു കഴിഞ്ഞാൽ നല്ല ഷോയല്ലേ ഇത് കാണാൻ. ഇതൊക്കെ നമ്മുടെ ഷോക്കേസിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. കണ്ടോ, കാലൊക്കെ അനക്കാം. ഇത് മൊത്തം തടിയാണ്, അത് തടിയും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പല ഇതുണ്ട്, കളർ ചെയ്യാം, പിള്ളേർക്കൊക്കെ കളർ ചെയ്യാം എന്നുള്ള രീതിയിലുള്ളതുകൊണ്ട്. കണ്ടോ, ഇതൊക്കെ നമ്മുടെ നാട്ടിലും പറ്റും. ഇതൊക്കെ ഒരു കുടിൽ വ്യവസായം എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരാളൊരു വ്യവസായം തുടങ്ങിയാൽ ആ തുടങ്ങുന്ന വ്യവസായമായിട്ട് മുന്നോട്ട് പോകാനുള്ള പാടോർക്കുമ്പം, അതായത് നമുക്ക് മനസ്സുകൊണ്ട് തുടങ്ങാൻ തോന്നത്തില്ല. ഒരു കച്ചവടം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കച്ചവടം തുടങ്ങാൻ എളുപ്പമാണ്, അത് കച്ചവടം ഇല്ലാതെ നിർത്തേണ്ട ഒരു വില. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് മുന്നോട്ടൊരു സ്ഥാപനം വെച്ച് കഴിഞ്ഞാൽ അതവിടെ അന്നേരം അതിനുള്ള തടസ്സങ്ങൾ തുടങ്ങുകയാണ്. വേറെ നിസ്സാരം ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു പേപ്പർ കിട്ടുന്ന അവിടെ തുടങ്ങും പരിപാടികൾ. അതുകൊണ്ട് തന്നെയാണ് ഒരുവിധം ആൾക്കാരൊക്കെ ഈ മനസ്സുകൊണ്ട് മടിച്ച് നിൽക്കുന്നത്. ഇൻവെസ്റ്റേഴ്സിനെ തപ്പി നമ്മുടെ നേതാക്കന്മാർ ലോകം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ നാട്ടിലുള്ള ആൾക്കാർക്ക് ഒരു കുടിൽ വ്യവസായം തുടങ്ങാവുന്ന രീതിയിൽ സർട്ടിഫിക്കറ്റുകൾ സിമ്പിളാക്കി ഒന്ന് എടുത്തു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത് തുടങ്ങി ആ നാട്ടിൽ ആ ഒരു കുടുംബം രക്ഷപ്പെടുന്ന രീതിയിലോട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇങ്ങനെ കുറേ കളിപ്പാട്ടങ്ങളെന്ന് പറയാൻ മേല, അതിപ്പോൾ നമ്മൾ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇത് മെറ്റലയിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതെല്ലാം മെറ്റലുകളാണ്. ഇതുണ്ടോ, ഇതെല്ലാം തകിടിൻ്റെ ഇതാണ്. ഇതല്ലാതെ എന്നിട്ട് അതിന് പെയിൻറ്റ് വയ്ക്കുന്നത് ഉണ്ടോ, ഇതെല്ലാം ഉണ്ടോ, സ്പ്രിങ്ങാണിത്. ഇതെല്ലാം മെറ്റലയിൽ ചെയ്തിരിക്കുന്ന വർക്കുകളായി കാണുന്നതെല്ലാം. കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. ഇത് ഗാർഡനിലൊക്കെ ഇവർക്ക് കുത്തി വെക്കാനൊക്കെയുള്ള, അതായത് ഇത് കണ്ടോണം, ഇതിപ്പം ഒരു പീസ് ഇതിങ്ങനെ എടുത്തിട്ട് കെട്ടിയിട്ടിരിക്കുക അവരവിടെ. ഇത് ഗാർഡനിൽ ഇങ്ങനെ കുത്തി നിർത്തും, അങ്ങനെയാണ്. ഇതെല്ലാം അങ്ങനത്തെയാണ്. എല്ലാ ടൈപ്പ് ജീവികളും ഉണ്ട്. ഉണ്ടോ, ഇത് ഫ്ലവേഴ്സിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. നീ ഇങ്ങോട്ട് കാണുന്നതെല്ലാം ഓരോ ഇതെല്ലാം നല്ല ബേഡ്സിനുള്ള ഫുഡുകളും നമ്മൾ വീട്ടിൽ വളർത്തുന്ന നമ്മുടെ നാട്ടിലെ ലവ് ബേഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെയുണ്ട്, ഇവരും വളർത്തുന്നതൊക്കെ ഉണ്ട്.
ഇത് പൂച്ചയ്ക്ക് കളിക്കാനുള്ള സാധനങ്ങളാണ്. അതായത് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് നിലത്ത് ടൈലയിൽ ഇതിങ്ങനെ വെച്ച് കഴിയുമ്പം നോക്കിക്കോണേ, ഉണ്ടോ, പൂച്ച വന്ന് ഇതിൽ തട്ടി കളിക്കും. ഈ മണിയടി സൗണ്ടും ഉണ്ട്, കണ്ടോ, പൂച്ച ഇത് തട്ടി കളിക്കുന്നതിൻ്റെ ഒരു പടമൊക്കെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇതിങ്ങനെയുള്ള ഇതൊന്നും നമ്മുടെ അവിടെ ഇല്ല, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മുടെ അവിടെ ഇല്ല, വെറൈറ്റി ആയിട്ടുള്ള. പിന്നെ ഇത് പൂച്ചയുടെ അപ്പി കോരി കളയുന്ന സാധനമാണ്. ഇത് ലേസർ, അതായത് പൂച്ച ഈ ലേസറിൻ്റെ ലൈറ്റ് കണ്ടുകൊണ്ട് പൂച്ച ഇതിനെ പിടിക്കാനായിട്ട് ചെല്ലും. അതിനകത്ത് കാണുന്ന മൗസിൻ്റെയൊക്കെ പടങ്ങളായിരിക്കും, അല്ല ഡോട്ടല്ല വരുന്നത് ഈ ലേസറിനൊക്കെ, അങ്ങനെയുള്ളതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ഇത് പൂച്ചനെ നമ്മൾ കെട്ടിയിട്ട് ഒരു വള്ളിയെ കെട്ടിയിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കണം, എലിയുടെ ഒരു ഇതാണല്ലോ, അപ്പോൾ പൂച്ച പുറകെ വരും. അങ്ങനെ പൂച്ച ഇവിടെ പൂച്ചയെന്ന് പറഞ്ഞ് പൂച്ചയും പട്ടിയൊക്കെ ഇവർ വീടിനകത്തിട്ട് വളർത്തുന്ന സാധനമാണ്, പുറത്തിടാൻ പറ്റത്തില്ല. അവർക്ക് സ്പെഷ്യൽ കെയർ കൊടുക്കണം എന്നാണ് ഇവിടുത്തെ റൂൾസ്. ഇതൊക്കെ അതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് പൂച്ചയ്ക്കുള്ള. ഇത് കാനഡ എന്ന് എഴുതിയിരിക്കുന്ന പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ ഉള്ള ഉടുപ്പാണ്. ഇത് കണ്ട, പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ ഉള്ള ഉടുപ്പാണ് കാനഡ എന്ന് എഴുതിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെങ്ങാനും ഇങ്ങനെ രാജ്യത്തിൻ്റെ പേര് എഴുതി പട്ടിനെ ഇതിനൊക്കെ ഇടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇവിടെ ചെരുപ്പേലുണ്ട് കാനഡ എന്ന്, എന്നാ ഫ്ലാഗ്, കൂടാതെ എന്നാ ക്യാപ്പ്, അങ്ങനെയല്ല. കാനഡ എന്നുള്ളത് വഴിയുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ചിലർ കൊടിയൊക്കെ കുത്തി വെച്ചേക്കുന്ന കാണാം, അങ്ങനെയൊക്കെയുണ്ട്. ഇവിടെ ഒരു വെറൈറ്റി സാധനം കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലില്ലാത്ത. അതായത് നമ്മുടെ ഗാർഡനിലൊക്കെ ഹോസ് അല്ലെങ്കിൽ അക്വേറിയത്തിൻ്റെ ഇതിനൊക്കെ ഹോസ് കണക്ട് ചെയ്യണം. ഇതേ കണക്ട് ചെയ്യുമ്പോഴത്തേന് ഇതുവഴിയൊക്കെ വെള്ളം ചീറ്റും. കണ്ടു കഴിഞ്ഞാൽ ഒരു ഭംഗി തന്നെയാണ്. പിന്നെ വേറെ ഒരെണ്ണം ഇതാണല്ലേ, ഇതും അതുപോലെ തന്നെ. പുറകിലത്തെ ഇതിനകത്ത് ഹോസ് കണക്ട് ചെയ്യുമ്പം ഇതിനകത്തുനിന്നുള്ള ആ ഹോള് വഴി വായിക്കകത്തുനിന്ന് വെള്ളം ചീറ്റുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുക. നല്ല ഒരു ഭംഗിയായിരിക്കും അതൊക്കെ കാണാൻ. ഇത് മൊത്തം അത് അങ്ങനെയുള്ള സാധനങ്ങളാണ് മൊത്തം. ഇത് മൊത്തം ഗ്രീറ്റിംഗ്സ് കാർഡാണ് അങ്ങോട്ടുള്ളത്. ഇത് നമ്മൾ ഓരോ ഫംഗ്ഷനൊക്കെ നടത്തുമ്പം ഇവിടെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തുമ്പോൾ ഇതല്ല വൈൻ ഗ്ലാസ്സുകൾ ഈ കാണുന്നതൊക്കെ, വൈൻ കുടിക്കാനൊക്കെയുള്ള ചെറിയ ചെറിയ ഗ്ലാസ്സുകളാണ് ഈ കാണുന്നത് മൊത്തം. ഇതങ്ങോട്ട് മൊത്തം ഡിസ്പോസിബിളായിട്ടുള്ള പ്ലേറ്റുകളും ഗ്ലാസ്, അതായത് പാർട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇത് ക്യാരി ബാഗുകൾ, പേപ്പർ ക്യാരി ബാഗുകളാണ് വരുന്നത്. ഇതങ്ങോട്ടുണ്ട്. ഇനി ടോയ്സിൻ്റെ കേന്ദ്രമാണ്. അങ്ങോട്ട് കിടക്കുന്ന മുഴുവൻ ടോയ്സാണ്, ഒത്തിരി ഉണ്ട്. അത് വേണ്ട ഒരു 2 ലൈനോളം ടോയ്സുകളുണ്ട്. നമ്മുടെ അവിടെ കാണുന്ന അത്ര ഇതല്ല, കാർട്ടൂണും ബേസ് ചെയ്തുള്ള ടോയ്സുകളാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. കണ്ടോ, കാർട്ടൂൺ ബേസ് ചെയ്തിട്ടുള്ള. അതായത് നമ്മളവിടെ ഉള്ളത് കൂടുതലും വിദേശത്തുനിന്ന് വരുന്നുള്ള കാർട്ടൂണുകളാണല്ലോ, അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ ഉള്ളത് മൊത്തം ഉള്ളത് ഭൂരിഭാഗവും. ഒറ്റയേറിന് പിള്ളേരുടെ നിന്ന് പൊട്ടിപ്പോകുന്ന കാർട്ടൂൺ ഇത് ടോയ്സുകളൊന്നും അല്ല, നല്ല സാധനങ്ങളാണ്. ഇത് കണ്ടോ, നല്ല ടോയ്സുകളായി കാണുന്ന മുഴുവൻ കണ്ടോ. നമ്മുടെ നാട്ടിൽ പട്ടിയൊക്കെ കൊണ്ട് വഴിയെ പോകുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെയും കൊണ്ട് പട്ടി വലിച്ചുകൊണ്ട് ഓടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ നാട്ടിൽ ഇവർ ഉപയോഗിക്കുന്നൊരു സാധനം കണ്ടോ. അത് ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ പട്ടിയുടെ കഴുത്തേലെ ചെയിനുമായിട്ട് ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ ഇവൻ വലിച്ചുകൊണ്ട് പോകുന്ന അവസരത്തിൽ മേളത്തെ ആ ബട്ടനെ പിടിച്ച് അമക്കണം. അപ്പോൾ അമക്കുമ്പോൾ അത് അയഞ്ഞു പൊക്കോളും. ശക്കലം ടൈറ്റിൽ ഈ ചൂണ്ട പിടിക്കുന്ന പോലെ തന്നെ അയഞ്ഞു പോകും. ഇവൻ ബലം കുറയ്ക്കുമ്പോൾ തിരിച്ച് റിട്ടേൺ അടിച്ച് ഇതിനകത്ത് തന്നെ ആ വള്ളി വരും. അങ്ങനത്തെ ഒരു ഇതാണ്. നമ്മളെ വലിച്ചുകൊണ്ട് പോകത്തില്ല പട്ടി. പെട്ടെന്ന് പട്ടി വലിച്ചുകൊണ്ട് ഓടുന്ന അവസരത്തിൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് വിട്ടു പൊക്കോളൂ, അയഞ്ഞു പോകും. അങ്ങനെയാണ് ഇതിൻ്റെ. അതൊരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇത് പെറ്റ്സിനൊക്കെ വേണ്ട ഡോഗിൻ്റെ ഫുഡുകളും ഡോഗിൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ഏരിയയിൽ.
ഇത് എന്താണെന്നറിയോ, ഈ ഒരു സാധനം നമ്മുടെ നാട്ടിൽ കാണാത്തൊരു സാധനമാണ്. അത് പറഞ്ഞുതരാം. അതാണ് ഇത് നമ്മൾ ഈ ഇവരൊക്കെ വഴി കൂടെ ഡോഗിനെയൊക്കെ ആയിട്ട് പോകുമ്പോൾ ഈ ഒരു സാധനം ഇവർ കൈ പിടിക്കും. വഴി ഡോഗ് അപ്പിയിട്ട് കഴിഞ്ഞാൽ അത് ഇതും കൊണ്ട് ഇതുണ്ടല്ലോ ഇങ്ങനെ നിലത്തുനിന്ന് എടുത്ത് മാറ്റിയിടണം. ആൾക്കാർ നടക്കുന്ന വഴിയിലൊക്കെ ഡോഗ് അപ്പിയിടുവാണെങ്കിൽ ഇത് എടുത്ത് മാറ്റണം. അപ്പോൾ ഈ ഒരു സാധനം അതിനുള്ളതാണ്. കണ്ടോ ഇതിങ്ങനെ ഈ പെടലെ പിടിച്ച് നമുക്കുമ്പോൾ കണ്ടോ ഇതതിനുള്ളതാണ്. ഇതൊരു വെറൈറ്റി ഇല്ല. ഇനി അടുത്തത് പിന്നെ ഞാൻ കണ്ടതിൽ വേറൊരു വ്യത്യസ്തമായൊരു സാധനമാണ് ഇത് കണ്ടോ, ഒരു ചെറിയ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കോള ബോട്ടിലൊക്കെ അടുക്കി വെക്കുന്ന ആ ഒരു പെട്ടിയില്ല, അതുപോലെ ഇരിക്കും. കണ്ടു കഴിഞ്ഞാൽ ഇത് ബിയർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് ഫ്രിഡ്ജിൻ്റെയൊക്കെ മുകളിലോ ഫ്രിഡ്ജിൻ്റെ സൈഡിലൊക്കെ ഇതിങ്ങനെ വെക്കാൻ പറ്റും. അപ്പോൾ ഒരു കാണാനൊരു ഷോയ്ക്കും ഉണ്ടാകും. പക്ഷേ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബിയർ ബോട്ടിൽ തുറക്കുന്ന ഓപ്പണറാണ്. ഇത് ഓപ്പണർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഓപ്പണറല്ല, ഇത് ചുമ്മാ ബോട്ടിലിൻ്റെ ചുമ്മാ ഷോയ്ക്ക് വെച്ചേക്കുന്നത്. ഇതിങ്ങനെ പൊക്കി നമുക്ക് എടുക്കാം. ഉണ്ടോ, ഇത് ചുമ്മാ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേറെ ബോട്ടിലിൻ്റെ പോലെ ഇതിങ്ങനെ കുത്തി തുളയിടണമെന്നുണ്ടെങ്കിൽ ഇടാം. ഓപ്പണർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ അതിന് അടിവശത്താണ്. ഇതൊരു മാഗ്നറ്റാണ്. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ ഇതിങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റും. $1.5 ഉള്ള അതിൻ്റെ വില ആണ്. വില തീരെ കുറവാണ്, $1.5. ഓരോരുത്തർക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ബോക്സുകളുണ്ടോ, വെറൈറ്റി ആയിട്ടുള്ള. ഇതിങ്ങനെ തുറന്ന് ഉണ്ടോ, നല്ല രസമല്ലേ, കാണാനും ഭംഗിയുണ്ട്. തടിയും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന. ഇത് പൂച്ചയ്ക്ക് കിടക്കാനുള്ള ബെഡാണ്. ഉണ്ടോ, പൂച്ചയ്ക്ക് കിടക്കാനുള്ള ബെഡ്. പൂച്ചയ്ക്കും പട്ടിക്കുട്ടികൾക്കും ഒക്കെ കിടക്കാനുള്ള ബെഡാണ്. കണ്ടോ, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സാധനം ഞാനിത് കണ്ടതുകൊണ്ട് ഇതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. ഈ സാധനം അതായത് എനിക്ക് മീൻകുളം ഉണ്ടായിരുന്നു, വരാലിൻ്റെ ഒരു 100-300 വരാലുള്ള ഒരു കുളം ഉണ്ടായിരുന്നു. അതിന് മീനെ കുറയാണ്ട് ഞാൻ ഈ സാധനം മേടിച്ചായിരുന്നു. ഈ സാധനം നമ്മുടെ നാട്ടിലുണ്ട്. ഈ സാധനം നിങ്ങൾ എവിടെ കണ്ടാലും ഇത് മേടിക്കരുത്. അതായത് ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടം കൊണ്ടങ്ങ് ഒടിഞ്ഞു പോയി. ഇത് എല്ലാം നട്ടും ബോൾട്ടും ഒക്കെയാണ്, പക്ഷേ ഇവിടം കൊണ്ട് ഒടിഞ്ഞു പോയി. ഇത് വെറും അലുമിനിയാണ്. ഈ ചോട്ടി വരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ പോർഷനിലാണ് ഒരു നട്ട് ബോൾട്ട് ബന്ധം വരുന്നത്. വലിയ ബലമില്ല, ഇത് ഒടിഞ്ഞു പോകും. കടക്കാർ നമ്മളെ ഇത് ഒടിച്ച് മുടക്കി വായി വെക്കാമെന്നൊക്കെ പറയും. പക്ഷേ ഈ സാധനം നിങ്ങളാരും മേടിക്കരുത്. തല്ലിപ്പൊളി സാധനമാണ്. ഞാൻ മേടിച്ച് ഏതാണ്ട് 300-400 രൂപയുണ്ട് നമ്മുടെ നാട്ടിൽ. കണ്ടാൽ നല്ല വൻ പരിപാടിയൊക്കെയാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ മീൻപിടുത്തത്തിൻ്റെയൊക്കെ സമയമായതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ തോന്നും. ഇത് ചൂണ്ടയും മീൻപിടുത്തമായിട്ട് ബന്ധപ്പെട്ടുള്ളതിൻ്റെ ഏരിയ ആയി കാണുന്നത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഈ കർട്ടനുകളൊക്കെ, ജനലിൻ്റെ കർട്ടനൊക്കെ ഒരു സൈഡിലോട്ട് നമ്മൾ സാധാരണ കെട്ടി വെക്കുമല്ലോ, ജനലിൻ്റെ കമ്പി കിടക്കി കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് അതിനുള്ള ഒരു സൊല്യൂഷനാണ്. അതായത് ഇതൊരു കണ്ടു കഴിഞ്ഞാൽ നല്ല ഡിസൈൻ. ഇത് പല ഡിസൈനുണ്ട്. ഇതിങ്ങനെ കേബിളുമായിട്ട് വന്നിട്ട് പുറകിൽ ഈ ഒരു ബട്ടൺസ് വരും. ഇത് മാഗ്നറ്റാണ്. അപ്പോൾ ഇത് ഈ പടത്തിൽ കാണിച്ചേക്കുന്ന പോലെ ഇതുണ്ട്. പടത്തിൽ കാണിച്ചേക്കുന്നത് കർട്ടൻ കെട്ടി വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഒതുക്കിയിട്ട് ഇത് മാഗ്നറ്റിനകത്തോട്ട് കയറ്റി അതങ്ങനെ അങ്ങ് വെച്ചാൽ മതി. അതവിടെ ഇരിക്കും. നല്ല വൃത്തിയുണ്ടാകും കാണാൻ. ഈ കാണുന്നത് മുഴുവൻ ജെല്ലി മുട്ടായിയാണ്. ഇത് മുഴുവൻ ജെല്ലി മുട്ടായ. പിന്നെ നമ്മുടെ നാട്ടിൽ കാണാത്ത വേറൊരു വെറൈറ്റി സാധനം ഇത് കണ്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുഞ്ഞു പിള്ളേർ കോലുമുട്ടായി തിന്നുമ്പം ഒരു പക്ഷേങ്കിൽ ആ കോലുമുട്ടായി കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അവർ തിന്നുന്നത്. അപ്പോൾ അത് എവിടെയെങ്കിലും നിലത്ത് വെക്കുമോ, ടേബിളിൽ എവിടെയെങ്കിലുമൊക്കെ വെക്കുമോ, അത് പിന്നെ അണുക്കളുണ്ടാവും. ഇതെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് ഇത് അതിൻ്റെ ഒരു കവറാണ് ഈ കാണുന്നത്. ഈ സ്പൈഡർമാൻ്റെ രൂപത്തിലുള്ളതും ഈ പട്ടിക്കുട്ടിയുടെ രൂപത്തിലുള്ളതൊക്കെ. ഇത് അതിൻ്റെ ഒരു താഴേന്ന് ഒരു ബട്ടൺ ഉണ്ട്. അതായത് പ്രസ് ചെയ്യുമ്പോഴത്തേന് ഇത് ഓപ്പൺ ആവും. ഈ തല ഓപ്പൺ ആകുമ്പം ആ കോലുമുട്ടയുടെ സ്റ്റിക്ക് അതിനകത്ത് ഇറക്കി വെക്കാം. എന്നിട്ട് ഇത് കുട്ടികൾ വായി വെക്കാൻ നേരം ഈ ബട്ടണെ ഞെക്കുമ്പോൾ ആ തല ഓപ്പണായിട്ട് കോലുമുട്ടായി അവർക്ക് കഴിക്കാൻ പറ്റും. അതിന് ശേഷം ഇത് ക്യാപ്പ് അടച്ച് വെക്കാം. അങ്ങനെ അടച്ച് ഫ്രിഡ്ജിലും സൂക്ഷിക്കാം. അതിനുള്ള സാധനമാണ് ഈ കാണുന്ന ഈ നെറ്റുണ്ടല്ലോ. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവിടെ ഭയങ്കര മുയലിൻ്റെയൊക്കെ ശല്യമുണ്ട്. അപ്പോൾ നമ്മൾ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ വല്ല ക്യാരറ്റോ പൂവും ചെടിയൊക്കെ നട്ട് പിടിപ്പിച്ച് കഴിയുമ്പോൾ ഇവന്മാർ ഇതിനിടയ്ക്ക് കയറി എല്ലാം മാന്തിക്കൊണ്ട് പോകും. ഇത് കണ്ടോ, ഈ സാധനം ഉണ്ട് മുള്ള പോലെ നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ ഇത് നമ്മുടെ കൈ വെക്കുമ്പോഴും നമുക്ക് വേദന എടുക്കും. അപ്പോൾ ഇതിനിടവഴി ചെടി കയറി വരും. പക്ഷേ മുയലോ അങ്ങനെയുള്ളതൊന്നും മണ്ണ് മാന്തി ഫലം നശിപ്പിക്കുകയില്ല. അതിനാണ് ഈ സാധനം ചെടിയുടെയൊക്കെ ചോട്ടിലിടും. അങ്ങനെയാണ്. ഇതിൻ്റെ പടം കാണിച്ചു തരാം. ഇതിൽ പടമുണ്ട് കണ്ടോ എങ്ങനെ ഇടുന്നതെന്നുള്ളത് കണ്ടോ. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത്. ഇത് ഡോഗ്സിനുള്ള പില്ലോ ആയതുകൊണ്ടോ, പില്ലോ ആയിട്ടും മെത്തയായിട്ടൊക്കെ ഉപയോഗിക്കാം ഡോഗ്സിന് ഉണ്ടോ. പട്ടിയും പൂച്ചയ്ക്കൊക്കെ ഉള്ളതിൻ്റെ ഐറ്റംസിൻ്റെ കൂട്ടത്തിൽ ഒരു വെറൈറ്റി സാധനം ഇതുണ്ടോ. ഇത് പട്ടികൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കളിക്കാൻ കൊടുക്കുന്ന സാധനമാണ്. അത് ഇതിൻ്റെ പ്രവർത്തനം കാണിച്ചു തരാം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു കോഴിയുടെ ഇതുപോലെ ഇരിക്കും. പട്ടി ഇതിൻ്റെ മേത്ത് കടിക്കുമ്പം കോഴിയുടെ സൗണ്ടില്ലേ, പട്ടിക്കുഞ്ഞുങ്ങൾക്കൊക്കെ കളിക്കാനൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം. ഇവിടെ മുഴുവൻ ഗാർഡനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത് അങ്ങ് വരെയുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു വ്യത്യസ്തമായ നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റിനുള്ള ഇത് കണ്ടോ. ഈ ഒരു പോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇത് നെറ്റാണ്, മറ്റേത് ചകിരിയാണ്. ഇതുണ്ടോ, ചകിരിയും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇതുണ്ടോ. ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അതാണ് ഓർക്കിഡൊക്കെ വെക്കാം. ഇതുണ്ടോ, ചകിരി കൊണ്ട് ഇത് ഇതിനകത്ത് ഇട്ട് വെച്ചിട്ട് തൂക്കിയിട്ട് ഹാങ്ങിങ് പ്ലാന്റിനുള്ള ഉണ്ടോ. ഇതുണ്ടോ, ഇത് തൂക്കിയിട്ടുണ്ട് ഹാങ്ങിങ് പ്ലാന്റിന്. ഇതേതോ മരത്തിൻ്റെ വേരോ വള്ളി ഏതാണ്ടൊക്കെ വെച്ചുണ്ടാക്കിയിരിക്കുന്ന നല്ല ഭംഗിയുണ്ട്. ബുദ്ധൻ ഇവിടെ ഉണ്ട്, ശ്രീ ബുദ്ധൻ്റെ പ്രതിമ. ഇതെല്ലാം സോളാറിൽ വർക്ക് ചെയ്യുന്നതാണ്. ലൈറ്റുകളൊക്കെയാണ് സോളാറിൽ അതൊക്കെ വർക്ക് ചെയ്തുണ്ടല്ലോ. പാനൽ കണ്ട, ഇത് സോളാറിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇത് ഓണാക്കുമ്പോൾ ലൈറ്റ് കത്തും കണ്ണിന്. അവർ തീർന്നിരിക്കുകയാണെന്ന് ഇതേ നോക്കാം. കണ്ടോ, കത്തിയത് കണ്ടോ, സോളാറിൻ്റെയാണ്. ഇതെല്ലാം അങ്ങനത്തെയാണ്. ഗാർഡനിൽ വെക്കുന്നതാണ്, പുൽത്തകിടികളിലൊക്കെ വെക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഒരു സാധനം ടാങ്ക്. ആ സാധനം ഇവിടെ വന്നാലും ഉണ്ട്. പിന്നെ നമ്മുടെ കേരളീയരുടെ ഒരു മെയിൻ സാധനം തേണ്ട കിടക്കുന്നത് ഉപ്പേരി, ചിപ്സ് കണ്ടോ. ചിപ്സ് അത് വലിയ തൂക്കമൊന്നും കാണുന്നില്ല, അകലേ ഉള്ളതൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇത്രയും കൊണ്ട് പർച്ചേസിംഗ് ഒക്കെ നിർത്തുക. ഇനി ബില്ല് അടച്ചേക്കാം. ഞങ്ങൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്കൊരു ഡോഗുണ്ട്, ജർമ്മൻ ഷെപ്പേർഡ്, അർജുൻ എന്ന് പറയും. 4 വയസ്സ് 5 വയസ്സായി. അപ്പോൾ അവനും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഡോളറാമയിൽ നിന്നും ഇറങ്ങുകയാണ്. ഹായ്, ഹൗ ആർ യു? Good, sir. How are you? I'm fine. Hi. ഇവിടെ ക്യാരി ബാഗുകളുണ്ട്, ഡോളറാമ എന്ന് എഴുതിയിട്ടുള്ള ക്യാരി ബാഗുകളുണ്ട്. നമ്മുടെ ലേസ് ഇരിക്കുന്നു. ഇവിടെ ഡോളറാമയിൽ നിൽക്കുന്ന ആളാണ്. അപ്പം ഇദ്ദേഹം നമ്മുടെ ഇന്ത്യക്കാരനാണ്, ഗുജറാത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടു. വാട്ട്സ് യുവർ നെയിം? My name is Ashutosh. Ashutosh. ആശുതോഷ്. അദ്ദേഹത്തിൻ്റെ പേര് ആശുതോഷ് എന്നാണ്. ഓക്കെ, കണ്ടോ ഇങ്ങനെ ഡോളറാമ. ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ലാമ്പ് തീരുണ്ടോ, നമ്മുടെ നാട്ടിൽ ഇല്ല ഈ സാധനം. അതായത് ഓപ്പൺ ചെയ്യുന്നു, അതിൻ്റെ തീ ശ്രദ്ധിച്ചോണേ, തീ കത്തുന്നുണ്ട് കണ്ടോ. അത് നമ്മുടെ തീയായിട്ടെന്ന് പറയുമ്പോൾ അത് നല്ല പക്ക ഇതിലാണ് വരുന്നത്, കൈയൊന്നും പൊള്ളത്തില്ല. അങ്ങനെ ഒരു സംഭവമാണ്. ഓക്കെ, എത്രയായി? 82.87 രൂപ.
അത്രയും ഡോളറായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡോളറാമയിൽ നിന്നും വിടുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.